Yes, a current flowing through a copper wire is passed through another copper wire of same length but of double the radius of the first one. How would the drift velocity of free electron change? Initially, a current is passed through a copper wire. Thereafter, that same current is passed through another copper wire having same length but of double the radius. We have to find out the change in drift velocity. Drift velocity എന്ത് ചേഞ്ച് ഉണ്ടാവും? അപ്പം ആദ്യം ഒരു കോപ്പർ വയറിലൂടെ ഇലക്ട്രിക് കറന്റിനെ കടത്തിവിട്ടു. സെയിം കറണ്ട് തന്നെ മറ്റൊരു കോപ്പർ വയറിലൂടെ കടത്തിവിട്ടു. ആ കോപ്പർ വയറിന്റെ ലെങ്ത് ആദ്യത്തേതിന്റെ സെയിം ലെങ്ത് ആണ്, പക്ഷെ റേഡിയസ് ഡബിൾ ആക്കി. അങ്ങനെയാണെങ്കിൽ റേഡിയസിന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് ചേഞ്ച് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ I = NEAVD ആണ്. മറന്നു പോയതും കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. I = NEAVD. ഇനിയും നമുക്ക് റേഡിയസിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത ആറുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇക്വേഷന് റീഅറേഞ്ച്മെന്റ് വരുത്തേണ്ടത്. അതുകൊണ്ട് നമുക്ക് റേഡിയസ് കൂടുന്നതനുസരിച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കൂടുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയയുടെ ഇക്വേഷൻ എന്തുവാ? ഏരിയ ക്രോസ് സെക്ഷനിൽ ഒരു ക്രോസ് സെക്ഷന്റെ ഏരിയ എന്ന് പറയുന്നത് സർക്കിളിന്റെ ഏരിയ ആണ് അല്ലേ? അപ്പോൾ നമുക്കത് πr² എന്ന് എഴുതാം. πr². അപ്പോൾ ഇക്വേഷൻ നമുക്ക് വി ഡിയുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. VD = I / NE × πr². ഓക്കെ, ഇനിയും ഇവര് സെയിം കറണ്ട് ആണ് ഒഴുകുന്നത്, സെയിം കറണ്ട് ആണ് രണ്ടാമത്തെ കണ്ടക്ടറിലൂടെയും പാസ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് I ഒരു കോൺസ്റ്റന്റ് ആണ്. അനദർ ഫാക്ടർ N എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് N? എന്താണെന്ന് പറയാമോ? Yes, very good. Free electron density. Free electron density എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അതിനെയാണ് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം സെയിം മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, കോപ്പർ വയർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി n എന്ന് പറയുന്നത് ചേഞ്ച് ആകുന്നില്ല. ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ചേഞ്ച് ആകുന്നില്ല, പൈയുടെ വാല്യൂ ചേഞ്ച് ആകുന്നില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റന്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? കോൺസ്റ്റന്റ് കറന്റ് VD is proportional to 1/r² എന്ന് എഴുതാം. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് റേഡിയസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് റേഡിയസ് ഡബിൾ ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ റേഡിയസ് കൂടുകയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുകയായിരിക്കും ചെയ്യുക അല്ലേ? ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. Thus when R is doubled, VD becomes 1/4. Okay. Next question. Copy you.
Estimate the average drift speed of conduction electron in a copper wire of cross-sectional area 1 into 10 raised to minus 3 meter square carrying a current of 1.5 ampere. Assume the density of the conduction electron to be 9 into 10 raised to 28 per meter cube. Direct question ആണ്. Estimate the average drift speed. We have to find out average drift speed. That is, we have to find out VD. VD need to be calculated. In a copper wire of cross-sectional area. Cross-sectional area is given, that is A. Cross-sectional area is given, that is A is equal to 1 into 10 raised to minus 7 meter square, which is carrying a current 1.5 ampere. The current is given, current I is equal to 1.5 ampere. Assume the density of conduction electron, that is density of conduction electron, that is small n. Free electron density, that is n is equal to 9 into 10 raised to 28 per meter cube. Okay, equation current and drift velocity തമ്മിലുള്ള relation I is equal to NEAVD. അതിൽ നിന്നും VD യുടെ equation എഴുതാം. VD is equal to I divided by NEA. Direct substitution, values in the direct substitution. എത്ര കിട്ടുമെന്ന് നോക്കൂ. The answer will be 1.04 into 10 raised to minus 3 meter per second. 1.04 into 10 raised to minus 3 meter per second. ആൻസർ കിട്ടാത്തവർ ആൻസർ ഒന്ന് ഫൈനൽ ആൻസർ ഒന്ന് നോട്ട് ചെയ്തോളൂ. കാൽക്കുലേഷൻ പിന്നീട് ചെയ്താലും മതി, പിന്നീട് ചെയ്യണം. Okay, next question. It is NCERT exercise 3.13. The number density of free electrons in a copper conductor estimated is 8.5 into 10 raised to 28 per meter cube. How long does
an electron takes to drift from one end of the wire 3 meter long to its other end. The area of cross section of the wire is 2 into 10 raised to minus 6 meter square, and it is carrying a current of 3 ampere. എന്തൊക്കെ തന്നിട്ടുണ്ട്? The number density of free electrons. Number density small n. Small n തന്നിട്ടുണ്ട് 8.5 into 10 raised to 28 per meter cube. How long does an electron take to drift from one end of the wire? 3 meter long. അപ്പം length of the wire തന്നിട്ടുണ്ട്. Length of the wire. Length of the wire small അല്ലോ capital ആയിട്ട് എടുക്കാം. 3 meter. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ടേക്കൺ ആണ്. അതായത് ഒരു കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്ക് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. The area of cross section of the wire, area of cross section capital A തന്നിട്ടുണ്ട്, that is 2 into 10 raised to minus 6 meter square. The current through the conductor I is equal to 3 ampere. അപ്പം ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി കറണ്ട് തമ്മിലുള്ള റിലേഷൻ I is equal to NEA VD ആണ്. ഇതിൻ്റെ അത് ടൈം എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല, പക്ഷേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്കാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ നമുക്ക് L ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ഡിവൈഡ് ബൈ ടൈം. ഈ ടൈം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വിക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡിക്ക് പകരം L ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ നിന്നും ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടി കാൽക്കുലേറ്റ് ചെയ്യണം. സ്കൂളിൽ നടത്തുന്ന ടെർമിനൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മിസ്സിനൊന്ന് ഫോർവേഡ് ചെയ്യണം. മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രാജഗിരിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കിയുള്ള സ്കൂൾസിൻ്റെയും കൂടെ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. സമയം കിട്ടുന്നതനുസരിച്ച് വാട്സപ്പിൽ ഇട്ടാൽ മതി മിസ്സിൻ്റെ. എത്ര കിട്ടി ടൈം? കിട്ടിയവർ ചാറ്റ് ബോക്സിൽ ഇട്ടൊന്ന് ഇട്ടേരെ. വലിയ പാടുള്ള കാൽക്കുലേഷൻ ഒന്നും അല്ലല്ലോ.
10 raised to. Okay, good. Your answer correct ആണ്. The answer is 2.72 into 10 raised to 4 seconds. Answer കിട്ടാത്തവരെ നോട്ട് ചെയ്യുക. Okay. Next നമുക്ക് തിയറിയിലേക്ക് പോവാം. Ohm's law. Ohm's law. Ohm's law പഠിച്ചിട്ടുണ്ടോ ചെറിയ ക്ലാസ്സിൽ? Yes, sir. Okay, good. Yes, sir. എളുപ്പമാണ് പഠിക്കാൻ. ഓം എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് ആണ്, ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ്, ജർമ്മൻ ഫിസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ലോ ആണ് ഓംസ് ലോ. എന്താണ് ഓംസ് ലോ പറയുന്നത്? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. Ohm's law states that at constant temperature the current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. അപ്പം ഞാനൊരു ഇതേപോലൊരു കോപ്പർ വയർ എടുത്തു. ഈ കോപ്പർ വയറിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ രണ്ട് എൻഡിലും ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കൊടുക്കുന്നത്? ഒരു ബാറ്ററി അല്ലെങ്കിൽ സെൽ ഉപയോഗിച്ച് എനിക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഒഴുകും. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്? അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്. ഓക്കെ, അപ്പോൾ Ohm's law states that at constant temperature the current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. നമുക്ക് ലോയെ നമുക്ക് ഇങ്ങനെ എഴുതാപ്പോൾ V is proportional to I. V is proportional to I എന്ന് എഴുതാം. ഓക്കെ, പിക്ചറിൽ അത് കാണിച്ചിട്ടുണ്ട്. ഒരു കണ്ടക്ടർ എടുത്തിട്ടുണ്ട്, ഒരു കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിൽ ആണ് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഒരു സെൽ ഉപയോഗിച്ചാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തത്. അപ്പോൾ ഇതിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകും. ഓക്കെ, ഇതിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഒഴുകും. ആ ഇലക്ട്രിക് കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് ഓംസ് പറഞ്ഞത്. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റ് ആണ് R. What is R? R is known as resistance of the conductor. R is known as resistance of the conductor. അപ്പോൾ ഓംസ് ലോയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? V is equal to IR. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. V is equal to IR. ഓക്കെ, എഴുതി ബോക്സ് ചെയ്തിട്ടേ. V is equal to IR. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ടേം ആണ് റെസിസ്റ്റൻസ്. നമുക്കിനിയും ആ റെസിസ്റ്റൻസ് എന്താണ് എന്നൊന്ന് ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഓംസ് ലോയിൽ നമുക്ക് എങ്ങനെ എഴുതാം? R is equal to V by I എന്ന് എഴുതാം. R is equal to V by I. ഓക്കെ, അപ്പം റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ ടു the current flowing through it. It is the ratio of potential difference across the ends of the conductor. Potential difference across the ends of the conductor to the current flowing through it. ആ ഇക്വേഷൻ പറഞ്ഞേക്കുന്നതാണ്. ഇക്വേഷൻ ഇതാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇറ്റ്സ് എ റേഷ്യോ. എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് across the ends of the conductor to the current flowing through the conductor.
എസ് ഐ യൂണിറ്റ്, റെസിസ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് ഓം ആണ്, ഓം. അപ്പം ഓംസ് ലോ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് റെസിസ്റ്റൻസിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഓം. അപ്പം ആ ഓംസ് ലോ ഈ പിക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് അവരത് കാണിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നോ? കറണ്ട്, ഇതാണ് കറണ്ട്. കറണ്ട് ഈ കണ്ടക്ടറിലൂടെ ഒഴുകുകയാണ്. കറണ്ടിനെ ഒഴുക്കുന്നത് ആരാ? വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കറണ്ടിനെ ഒഴുക്കുന്നത്. അതായത് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് മുന്നോട്ട് നീക്കുകയാണ്. അപ്പോൾ കറണ്ട് ഒഴുകുന്നു. അപ്പോൾ വോൾട്ടേജ് ആണ് കറണ്ടിനെ ഒഴുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? റെസിസ്റ്റൻസിന്റെ അതിന്റെ ഫ്ലോയെ തടയുകയാണ് ചെയ്യുന്നത്. ഒരു കണ്ടക്ടറിലൂടെ സ്മൂത്ത് ആയിട്ട് കറണ്ട് ഒഴുകുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത് റെസിസ്റ്റൻസ്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, റെസിസ്റ്റൻസ്, റെസിസ്റ്റ് ചെയ്യുക, കറണ്ട് ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുക, അതാണ് റെസിസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ആ പിക്ചറിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഓം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറഞ്ഞു, എസ് ഐ യൂണിറ്റ് ആണ് ഓം എന്ന് പറഞ്ഞു. നമുക്ക് ഇനിയും 1 ഓമിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. പുതിയൊരു യൂണിറ്റ് ആണ്. പുതിയൊരു യൂണിറ്റ് വരുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെ ഡിഫൈൻ ചെയ്യണം. അത് എത്രയാണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു 1 ഓമിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അറിയാം റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V = IR ആണ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അതുകൊണ്ട് 1 ഓം എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വോൾട്ടേജിന്റെ യൂണിറ്റ്, വോൾട്ടേജിന്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. 1 വോൾട്ട് ഡിവൈഡ് ബൈ 1 ആംപിയർ എന്ന് എഴുതാം. ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് 1 ഓമിന്റെ ഇക്വേഷൻ 1 വോൾട്ട് ഡിവൈഡ് ബൈ 1 ആംപിയർ എന്ന് എഴുതാം. ഇതിൽ നിന്നും 1 ഓമിനെ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? The resistance of the conductor is said to be 1 ohm if 1 ampere of current flowing through it when a potential difference of 1 volt is applied between its end. The resistance of a conductor is said to be 1 ohm if 1 ampere of current flows through it when a potential difference of 1 volt is applied between its end. അപ്പം 1 ഓം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെസിസ്റ്റൻസിന്റെ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 1 ഓം ആണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലും 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ അതിലൂടെ 1 ആംപിയർ കറണ്ട് ആണ് ഒഴുകുന്നതെങ്കിൽ നമുക്ക് പറയാം ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 1 ഓം ആണ്. But the resistance of the conductor is said to be 1 ohm if 1 ampere of current flows through it when a potential difference of 1 volt is applied between its end. Okay, അപ്പം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പം ഓം ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. OHM എന്നാണ് നമ്മൾ പറയുക. OHM ഓം. അതിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഇനി reciprocal of resistance is called conductance. Reciprocal of resistance is called conductance. അപ്പോൾ കണ്ടക്ടൻസ് നമുക്ക് C എന്ന് കൊടുക്കാം. That is reciprocal of resistance. That is equal to 1/R. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്. അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓമിനെ നമ്മൾ തലയിരിച്ചിടുക. ഓമിനെ തലയിരിച്ചിട്ട് ഇങ്ങനെ എഴുതും. അതേപോലെ എഴുതുന്നത് ഓം എന്ന് എഴുതുന്നത് നേരെ തിരിച്ചെഴുതാം. എല്ലാം തലയിരിച്ച് എഴുതിയാൽ മതി. അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ per ohm. The unit of conductance is mho. The unit of conductance is mho. മോയെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ per ohm എന്നും എഴുതാം. Okay, but the reciprocal of resistance is called conductance. That is E is equal to 1/R and its unit is mho. Its unit is mho. റെസിസ്റ്റൻസിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു സ്ലൈഡ് ഇട്ടെന്നേ ഉള്ളൂ. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, resistance is the opposition offered to the flow of electric charges in a conductor. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് ചാർജസ് ഒഴുകുമ്പോൾ അതിനുണ്ടാവുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തടസ്സം, ഒപ്പോസിഷൻ, അതിനെയാണ് നമ്മൾ ഒപ്പോസിഷൻ അല്ലെങ്കിൽ അതിനെ തടസ്സത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? The cause of the resistance is the frequent collision of electron with atoms of the conductor while they drift from the positive end. They drift towards the positive end. അപ്പം റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള റീസൺ എന്താണ്? ഇലക്ട്രോൺ
നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കണ്ടക്ടറിലുള്ള ആറ്റവുമായിട്ട് ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യും. ആ കൊളൂഷനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയുള്ള കൊളൂഷൻ മൂലമാണ് ഈ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഇനിയും അതിൻ്റെ ഗ്രാഫ്സ്, VI ഗ്രാഫ് CBSE സ്റ്റുഡൻസ് ഗ്രാഫൊക്കെ നല്ല രീതിയിൽ പഠിക്കണം. കാരണം ഒത്തിരി ഗ്രാഫുകളൊക്കെ വരാൻ സാധ്യതകളുള്ളതാണ്. അപ്പം ഗ്രാഫ് നല്ലവണ്ണം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. നമുക്ക് ഇവിടെ ഞാനൊരു VI ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ Y ആക്സിസിൽ V എടുക്കും, X ആക്സിസിൽ I എടുക്കും. അപ്പം ഈ ഗ്രാഫിൽ മനസ്സിലായ ഗ്രാഫിൽ Y ആക്സിസിൽ V ആണ് എടുത്തിരിക്കുന്നത്, X ആക്സിസിൽ I ആയിരിക്കും. അതാണ് VI characteristics. The variation of V and I through two conductors A and B is shown in the figure. VI characteristics of two conductors A and B is shown. It is represented by a straight line. Okay, നമുക്കൊരു straight line ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്ത് കേൾക്കും? ദ സ്ലോപ്പ് V/A. സ്ലോപ്പ് ഞാൻ പറഞ്ഞല്ലോ, സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും dy/dx ആണ് അല്ലേ? ഇവിടെ y എന്ന് പറയുന്നത് V ആണ്, x എന്ന് പറയുന്നത് I ആണ്, V/A ആണ്. V/A ഓംസ് ലോ അനുസരിച്ച് എന്താ കിട്ടും? ഓംസ് ലോ എന്താ പറയുന്നത്? ഓംസ് ലോ അനുസരിച്ച് V/A എന്ന് പറയുന്നത് R ആണ് അല്ലേ? ഓംസ് ലോ V = IR ആണ്. V = IR ആണ് ഓംസ് ലോ. അപ്പോൾ R = V/A എന്ന് കിട്ടും. അപ്പോൾ ഈ സ്ലോപ്പ്, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുക. But the slope of V/A gives the resistance R. അപ്പം സ്ലോപ്പ് കൂടുതലുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലുണ്ടെന്ന് പറയാം, സ്ലോപ്പ് കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവാണെന്ന് പറയാം. ഇവിടെ A എന്ന് പറയുന്ന കണ്ടക്ടറിനാണോ B എന്ന് പറയുന്ന കണ്ടക്ടറിനാണോ സ്ലോപ്പ് കൂടുതൽ, അല്ലെങ്കിൽ A കണ്ടക്ടറിന്റെ സ്ലോപ്പ് ആണോ B കണ്ടക്ടറിന്റെ സ്ലോപ്പ് ആണോ ഹയർ അല്ലെങ്കിൽ ബിഗർ? ബിയുടെ സ്ലോപ്പ് ആണ് കൂടുതൽ. അപ്പോൾ ബിക്ക് റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ബിക്കോസ് R = V/A ആണ്, അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെയാണ് കൂടുന്നത്. അപ്പം സ്ലോപ്പ് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് പറയാം. അപ്പോൾ B എന്ന് പറയുന്ന കണ്ടക്ടറിൻ്റെ ആണ് റെസിസ്റ്റൻസ് കൂടുതൽ, Aക്ക് റെസിസ്റ്റൻസ് കുറവാണ്. അതാണ് ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ വേരിയേഷൻ ഓഫ് V and I ത്രൂ ടു കണ്ടക്ടേഴ്സ് A and B is shown in the figure. It is represented by straight line. The slope V/I gives the resistance R. Higher slope of VI graph means higher the resistance. So the conductor B has higher resistance than the conductor A. Okay, അപ്പം ഇത് VI ഗ്രാഫ് ആണ്. ഇനി ഞാൻ IV ഗ്രാഫ് പറയാണ്. IV ഗ്രാഫ്. ഓക്കെ, കൂടുതലും പ്രാവശ്യം VI ഗ്രാഫ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പക്ഷേ നേരെ തിരിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പക്ഷേ ചോദിക്കാം, അതുകൊണ്ടാണ് അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. IV ഗ്രാഫ്. IV ഗ്രാഫ് ആകുമ്പോഴത്തേക്ക് ആദ്യം Y ആക്സിസിന്റെ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു, I ആണ്, X ആക്സിസിലാണ് V എടുക്കുന്നത്. അപ്പോഴാണ് IV ഗ്രാഫ് എന്ന് പറയുക. ഓക്കെ, IV ഗ്രാഫ് എടുത്തപ്പോഴത്തേക്കും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയേക്കുന്നത്. എയും ബിയും രണ്ട് കണ്ടക്ടറിന്റെ IV ഗ്രാഫ് വെച്ചപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയേക്കുന്നത്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് നൽകും? സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആണ്. I/V ആണ്. I/V ആണ് നമുക്ക് സ്ലോപ്പ് ആയിട്ട് കിട്ടുന്നത്. I/V എന്ന് പറഞ്ഞാൽ എന്താണ്? I/V എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് അല്ലേ? കണ്ടക്ടൻസ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. 1/R ആണ് I/V. അപ്പം I/V ഗ്രാഫില് സ്ലോപ്പ് കുറവുള്ളതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ. കാരണം സ്ലോപ്പ് നമുക്ക് 1/R ആണ് സ്ലോപ്പ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സ്ലോപ്പ് കുറവുള്ളതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, സ്ലോപ്പ് കൂടുതലുള്ളതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതാണ് IV ഗ്രാഫ്. അപ്പം VI ഗ്രാഫ് ആണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്, IV ഗ്രാഫ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ റെസിസ്റ്റൻസ് കൂടുതലുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. അപ്പം ഇനിയും അതും കൂടെ ഒന്ന് വായിച്ചേക്കാം. സിമിലർലി
IV graph is shown in the figure. Slope of IV graph is 1 by I by V, that is equal to 1 by R. Thus in the figure the conductor B has higher resistance than conductor A. അപ്പോൾ ഫിഗറിൽ സ്ലോപ്പ് കുറവുള്ളത് ബിക്കാണ്, അതുകൊണ്ട് ബിക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ IV ഗ്രാഫിൽ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. The resistance of the conductor depends on. The resistance of the conductor depends on. The resistance of the conductor depends on the length, area of cross section, nature of the material, temperature of the conductor. The resistance of the conductor depends on 4 factors. 1, length, area of cross section, nature of the material, temperature of the conductor. ഇവിടെ ലെങ്ത് കൂടുന്നതനുസരിച്ച് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? As the length increases, resistance also increases. Or we can say the resistance of the conductor is directly proportional to length. Area of cross section. Area of cross section. Area of cross section increase ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. That is, resistance is inversely proportional to area of cross section. Nature of the material. മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. കാരണം ഗോൾഡിന്റെ റെസിസ്റ്റൻസ് അല്ല സിൽവറിന്റെ റെസിസ്റ്റൻസ്, സിൽവറിന്റെ റെസിസ്റ്റൻസ് അല്ല കോപ്പറിന്റെ റെസിസ്റ്റൻസ്. അതുകൊണ്ട് മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടാവും. പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ഓംസ് ലോ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നും പറഞ്ഞാണ് നമ്മൾ ഓംസ് ലോ ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ട് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി electrical resistivity or specific resistance. The resistance R of a conductor is directly proportional to its length. Resistance of the conductor is directly proportional to its length. അതായത് ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. And inversely proportional to the area of cross section. And it is inversely proportional. The resistance is inversely proportional to area of cross section. It means as area of cross section increases, the resistance decreases. Okay, therefore we can write R is proportional to L by A. R is proportional to L by A. Proportionality sign മാറ്റി equal to sign കൊടുത്തു, അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. R is equal to rho L by A. റോ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ വാട്ട് ഈസ് റോ? റോ ഈസ് എ കോൺസ്റ്റന്റ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. ഇറ്റ് ഈസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ, വേർ റോ ഈസ് ദ കോൺസ്റ്റന്റ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ആ ബോക്സ് ചെയ്ത ഇക്വേഷൻ എഴുതി വെക്കുക, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്.
ഓക്കെ, ഇനി പുതിയൊരു ടേമായി റെസിസ്റ്റിവിറ്റി റോ. ഇനിയും ആ റോ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. റോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ബോക്സ് ചെയ്ത ഇക്വേഷനിൽ നിന്നും റോയുടെ ഇക്വേഷൻ എഴുതാം. റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നമ്മൾ എക്സ്പീരിമെന്റിന് എടുത്ത കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആ കണ്ടക്ടറിന്റെ ലെങ്ത് 1 മീറ്റർ ആണെന്നും അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസിന് വേണ്ടി ഏത് ടൈപ്പ് കണ്ടക്ടറാണ് എടുത്തേക്കുന്നത്? ആ കണ്ടക്ടറിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ആ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് വരും? എക്ക് 1 എന്ന് കൊടുക്കാം, എല്ലിനും 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മോഡിഫൈ ചെയ്തു? റോ ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹെൻസ് resistivity of a material is defined as the resistance offered by unit length of the conductor having unit area of cross section. Hence resistivity of a material is defined as the resistance offered by unit length of the conductor having unit area of cross section. Unit length അതായത് 1 മീറ്റർ ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായ ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടർ ഇലക്ട്രിക് കറണ്ടിനെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് തന്നെയാണ്, അതിൻ്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് രൂപമാണ്. നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ്, കാരണം എല്ലാ മെറ്റീരിയലിൻ്റെയും ഒരു സ്റ്റാൻഡേർഡ് ഫോം എടുക്കുകയാണ്. 1 മീറ്റർ നീളം, 1 മീറ്റർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ, അങ്ങനെയുള്ള ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഹെൻസ് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, യൂണിറ്റ് ലെങ്ത്, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. ഓക്കെ, യൂണിറ്റ് എഴുതിയേക്കുന്നത് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ അതിന്റെ യൂണിറ്റ് എഴുതിയേക്കുന്നത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, ബാക്കി നമുക്ക് കിട്ടും ഓം മീറ്റർ. ഓക്കെ, ഇനി the reciprocal of resistivity is called conductivity. The reciprocal of resistance is called conductance പറഞ്ഞായിരുന്നു. Similarly, the reciprocal of resistivity is called conductivity. It is represented by sigma. That's then we can write sigma is equal to 1 by rho. 1 by rho. The reciprocal of resistivity is called conductivity and its equation is sigma is equal to 1 by rho. യൂണിറ്റ് എങ്ങനെ എഴുതാം? യൂണിറ്റും പെർ ഓം പെർ മീറ്റർ, അല്ലെങ്കിൽ പെർ ഓമിന് പകരം മോ എന്ന് എഴുതാം, മോ പെർ മീറ്റർ. റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇനിയും റെസിസ്റ്റിവിറ്റീസ് ഓഫ് സം മെറ്റീരിയൽസ്, കുറച്ച് മെറ്റീരിയൽസിന്റെ റെസിസ്റ്റിവിറ്റി ആണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തതാണ്. അതിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഡാറ്റ നിങ്ങളുടെ ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ഞാനതിൽ അത്യാവശ്യമുള്ള കുറച്ചെണ്ണം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് വലിയ പാടല്ലേ.
എന്നെ സംബന്ധിച്ചോളം ഈ നമ്പേഴ്സ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യുന്ന പാടാണ്. നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ നേച്ചർ നമുക്കൊന്ന് അറിയണം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് നമുക്ക് ഇതിൽ നിന്നും അറിയേണ്ടത് എന്നൊന്ന് ഞാൻ പറയാം. മിക്കവാറും ക്വസ്റ്റ്യനിൽ തരും അവർ. ഇതെല്ലാം കൂടെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സിൽവർ ഓക്കെ. സിൽവറിനെ നമുക്കറിയാം, സിൽവർ ആണ് ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ. ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് സിൽവറാണ്. സിൽവറിന്റെ റെസിസ്റ്റിവിറ്റി 1.6 × 10⁻⁻8, അതായത് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഉള്ളതാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു, സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റി സിൽവർ ആണ്. ദാറ്റ് ഈസ് 1.6 × 10⁻⁸. പിന്നെ കോപ്പർ ആണ് ഞാൻ എഴുതിയേക്കുന്നത്. കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി അല്പവും കൂടെ കൂടുതലാണ്, 1.6 നിന്ന് 1.7 കൂടിയിട്ടുണ്ട് അല്ലേ. കോപ്പറും ഒരു നല്ല കണ്ടക്ടർ തന്നെയാണ്, മെറ്റൽ തന്നെയാണ്. പിന്നെ അലൂമിനിയം വരുമ്പോൾ 2.7 ആയി, 2.7 × 10⁻⁸. നമ്മൾ സാധാരണ അതിൽ AC ഒക്കെ മേടിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ AC-യുടെ ഒക്കെ പരസ്യം കാണുമ്പോഴത്തേക്ക് ഫുൾ കോപ്പർ ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞ് അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ AC-യുടെ ഒരു എൻക്വയറിക്ക് വേണ്ടി കടയിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തെ കോയിൽ, AC-യുടെ കോയിൽ ഫുൾ കോപ്പർ ആണെന്ന് പറയാറുണ്ട്. കോപ്പർ ആണെന്ന് പറയാനുള്ള റീസൺ, ചില ബ്രാൻഡഡ് AC-യിൽ അകത്തെ കോയിൽ അലൂമിനിയം കോയിൽ വരും. അലൂമിനിയം കോയിൽ നോക്കിയാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി 2.7 ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുതലാണെങ്കിൽ ഹീറ്റായിട്ട് ഇലക്ട്രിക് കറണ്ട് ലോസ് ആകുന്ന ഇത് കൂടുതലായിരിക്കും. നമുക്ക് എനർജി ഹീറ്റായിട്ട് നഷ്ടപ്പെടും ഈ റെസിസ്റ്റിവിറ്റി കൂടുമ്പോഴത്തേക്ക്. ഓക്കെ. കോപ്പർ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി അലൂമിനിയത്തേക്കാൾ കുറവാണ്, 1.7 ഉള്ളൂ. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കുറവാണ്, റെസിസ്റ്റിവിറ്റി കുറവാണ്. അതുകൊണ്ട് ഹീറ്റായിട്ട് നമുക്ക് എനർജി ലോസ് കുറയ്ക്കാനൊക്കെ. അതുകൊണ്ട് ഫുൾ കോപ്പറായിട്ടുള്ള AC മേടിക്കുന്നതാണ് നമുക്ക് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി സേവ് ചെയ്യാൻ നല്ലത്. അതുകൊണ്ടാണ് ഈ അഡ്വർടൈസ്മെന്റിൽ ഫുൾ കോപ്പർ എന്ന് പറഞ്ഞാൽ അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പം ഫുൾ കോപ്പർ എന്ന് പറഞ്ഞാൽ സിൽവർ ആണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ സിൽവറിന്റെ വില നോക്കുമ്പോഴത്തേക്ക് AC-യുടെ ഒക്കെ വില ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അലൂമിനിയത്തിനും കോപ്പറിനും വലിയ ചേഞ്ച് ഇല്ല, ചെറിയ ചേഞ്ചേ ഉള്ളൂ. അലൂമിനിയത്തേക്കാൾ വില കൂടുതലാണ് കോപ്പറിനേക്കാൾ വളരെയധികം വിലയാണ് സിൽവറിന്. അപ്പോൾ സിൽവറിൻ്റെ ആണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ സിൽവറിൻ്റെത് വളരെ എക്സ്പെൻസ് വളരെ കൂടുതലായതുകൊണ്ട് ആരും അത് മാനുഫാക്ചർ ചെയ്യാറില്ല എന്ന് മാത്രം. സിൽവറിൻ്റെ വയേഴ്സ് പോലും നമ്മൾ ഇങ്ങനെ എടുക്കാറില്ല. സിൽവർ ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറുകളൊക്കെ സിൽവറിൻ്റെ വയറാണെങ്കിൽ നല്ലതാണ്. എനർജി നമുക്ക് ഒത്തിരി സേവ് ചെയ്യാം, ഹീറ്റായിട്ടുള്ള എനർജിയൊക്കെ സേവ് ചെയ്യാം. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ആരും അങ്ങനെ ഉപയോഗിക്കാത്തത്. ഞാൻ എന്നാളും പറഞ്ഞെന്ന് തോന്നുന്നു, നമ്മൾ ISROയുടെയൊക്കെ റോക്കറ്റുകളിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ISROയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു അവിടുത്തെ വയർ. ചെറിയ വയറുകളുണ്ട്, ഇതേപോലെ കനം കുറഞ്ഞ വയറുകളുണ്ട്. ആ വയറിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് കോപ്പർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് സിൽവറാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം റോക്കറ്റ്സിലൊക്കെ അത്തരം വയറുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് വളരെയധികം കുറയ്ക്കണം. പിന്നെ അവർക്ക് പൈസയും പ്രശ്നമല്ലല്ലോ. അപ്പം സിൽവർ വയേഴ്സാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ കോപ്പർ വയറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് വയറുകളൊക്കെ മേടിക്കുമ്പോൾ നോർമൽ ചുമ്മാതെ ഈ ക്രിസ്മസ് സ്റ്റാറൊക്കെ ഇടാനുള്ള വയറുകളൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ അത്തരം വയറുകളൊക്കെ മേടിക്കുമ്പോഴും കോപ്പർ വയർ മേടിക്കുന്നതാണ് നല്ലത്. അലൂമിനിയം വയേഴ്സിന് വില കുറവാണ്, പക്ഷേ ഇതേപോലെ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ധാരാളം ഹീറ്റായിട്ട് നഷ്ടപ്പെടും. കാരണം അതിൻ്റെ റെസിസ്റ്റിവിറ്റി കോപ്പറിനേക്കാൾ കൂടുതലാണ്. അയൺ വരുമ്പോൾ നോക്കിക്കേ, 10 × 10⁻⁸, വളരെയധികം കൂടി. ഓക്കെ. പിന്നെ മൻഗാൻ ഒരു അലോയ് ആണ്, അതിൻ്റെ 48 × 10⁸ ആണ്. 48 × 10⁻. നിക്രോം മറ്റൊരു അലോയ് ആണ്. എന്തിൻ്റെയൊക്കെ അലോയ് ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിക്കൽ, അയൺ, ക്രോമിയം, അതിൻ്റെ എല്ലാം കൂടെ ഒരു കമ്പയർഡ് ആയിട്ടുള്ള അലോയ് ആണ് നിക്രോം. അതിൻ്റെ വരുമ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 100 വരും.
അപ്പോൾ നമുക്കറിയേണ്ടത് ഏറ്റവും റെസിസ്റ്റിവിറ്റി കുറഞ്ഞത് ഏതൊക്കെയാണ്? സിൽവർ, കോപ്പർ ഒക്കെയാണ് ഏറ്റവും കുറവ്. അലൂമിനിയം വരുമ്പോൾ കുറച്ചും കൂടെ കൂടും, അയൺ വരുമ്പോൾ വീണ്ടും കൂടും, മൻഗാനിൻ വരുമ്പോഴത്തേക്ക് 40 ആവും. നിക്രോമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു ഓർഡർ ഒന്ന് അറിഞ്ഞിരിക്കുക, മെറ്റീരിയൽസിൻ്റെ ഒരു ഓർഡർ ഒന്ന് അറിഞ്ഞിരിക്കുക. വാല്യൂസ് എല്ലാം കാണാതെ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും മൻഗാനിൻ 48 ആണ്, നമുക്ക് ഓർത്തിരിക്കാം അല്ലേ. നിക്രോം 100 ആണ്, അതിൻ്റെ പകുതി ഏകദേശം 50-നടുത്ത് 48 ആണെന്ന് വയ്ക്കുക. അങ്ങനെ എന്തെങ്കിലും കമ്പാരിസൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഐഡിയയ്ക്ക് അനുസരിച്ച് ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. എല്ലാം ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനേക്കാൾ കൂടുതൽ ഡേറ്റ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതിൽ അത്യാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത് ഞാൻ എടുത്തെന്ന് മാത്രം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ആൻഡ് റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. റെസിസ്റ്റിവിറ്റി ആൻഡ് ഇറ്റ്സ് SI യൂണിറ്റ്. SI യൂണിറ്റ് ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതുക. A wire has a resistance of 10 ohms. It is stretched by 10% of its original length. What will be the new resistance? A wire has a resistance of 10 ohm. Resistance 10 ohm ആണ് വയറിൻ്റെ. It is stretched by 10% of its original length. അപ്പോൾ ഒരു വയർ എടുത്തു, ആ വയറിൻ്റെ റെസിസ്റ്റൻസ് 10 ohm ആണ്. ആ വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തു, വലിച്ചു. ഒരു വയറിനെ വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഇലോങ്ങേറ്റ് ചെയ്യും അല്ലേ, ഇലോങ്ങേറ്റ് ചെയ്യും, അതിൻ്റെ ലെങ്ത് കൂടും. ലെങ്ത് കൂടുമ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് സംഭവിക്കും? കുറയും, ഡിക്രീസ് ചെയ്യും. അപ്പം വയറിനെ നമ്മൾ വലിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് കൂടും, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. ഇതിൻ്റെ ലെങ്ത് എന്തുമാത്രം കൂടി എന്നവർ പറയുന്നുണ്ട്? 10% കൂടിയിട്ടുണ്ട്, 10% കൂടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുതിയ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ്. വയറിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമോ? വലിക്കുമ്പോൾ അത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ വയറിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ആവുമോ? റെസിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടാവും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഡിപെൻഡ്സ് ഓൺ വാട്ട് ആൻഡ് വാട്ട് length of the conductor. As the length increases, the resistance increases. As area of cross section, ഇവിടെ area of cross section കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ area of cross section കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കൂടും ഇല്ലേ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ റെസിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടാവും. പിന്നെ മെറ്റീരിയലും ടെമ്പറേച്ചർ ഇവിടെ ഡിപ്പെൻഡ് ചെയ്തില്ല, കാരണം സെയിം ടെമ്പറേച്ചറാണ് നമ്മൾ എക്സ്പീരിയൻസ് നടത്തുന്നത്, അതിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. മെറ്റീരിയലും ചേഞ്ച് ആകുന്നില്ല. അപ്പോൾ ഇവിടെ ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ് ചേഞ്ച് ആകുന്നത്. അതുമൂലം പുതിയ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ആ ഇക്വേഷൻ എഴുതാം. The resistance of the conductor R is equal to rho L by A, where rho is the resistivity of the material, L is the length, and A is the area of cross section. Okay, നമുക്കിനിയും ഇതിൻ്റെ ലെങ്ത് എന്തുമാത്രം ചേഞ്ച് ആയി എന്നുള്ളത് നോക്കാം.
ഇവിടെ ഇതിനെ സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ ലെങ്ത് കൂടുമ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ്, ഒരു വയർ എന്ന് പറയുന്നത് നമുക്കൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. ആ സിലിണ്ടറത്തിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ബിക്കോസ് ആസ് ദ ലെങ്ത് ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടോട്ടൽ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ വോളിയത്തിൻ്റെ ബേസിസിലാണ് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇനിഷ്യൽ വോളിയം എഴുതാം. ഇനിഷ്യൽ വോളിയം ഓഫ് ദി വയർ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് അതിന്റെ വോളിയം നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ആയിട്ട് എടുക്കുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്. സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്. അതായിരിക്കും അതിന്റെ വോളിയം. അതാണ് ആ വയറിന്റെ ഇനിഷ്യൽ വോളിയം. സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവത്തില്ല. പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്തിനും ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ വോളിയം അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്തതിന് ശേഷമുള്ള വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. V is equal to A dash into L dash എന്നറിയാം. A dash എന്ന് പറയുന്നത് പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L dash എന്ന് പറയുന്നത് പുതിയ ലെങ്ത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഈവൻ ആഫ്റ്റർ സ്ട്രെച്ചിങ് ദ വോളിയം റിമെയിൻസ് ദ സെയിം. ആ പോയിന്റ് ബേസിസിലാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ വയർ സ്ട്രെച്ച് ചെയ്തേക്കുന്നത് 10% ഇൻക്രീസ് ചെയ്യുകയാണ്, ലെങ്തിന് ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ ലെങ്ത്, ന്യൂ ലെങ്ത് നമുക്ക് എങ്ങനെ എഴുതാം? L dash ആണ് പുതിയ ലെങ്ത്, L dash ആണ് പുതിയ ലെങ്ത് അല്ലേ? L dash ആണ് പുതിയ ലെങ്ത്. ഇൻക്രീസ് ഇൻ ലെങ്ത് എത്രയാണ്? ഇൻക്രീസ് ഇൻ ലെങ്ത് 10% കൂടി. എല്ലിന്റെ 10% എങ്ങനെ എടുക്കാം? L into 10/100. L into 10/100. അതാണ് ഇൻക്രീസ് ഇൻ ലെങ്ത്. അപ്പം ടോട്ടൽ ലെങ്ത് എങ്ങനെ എടുക്കാം? ഒറിജിനൽ ലെങ്ത് ആയ L പ്ലസ് 10% ഇൻക്രീസ്. അപ്പോൾ പുതിയ ലെങ്ത്, വയറിന്റെ പുതിയ ലെങ്ത് L dash is equal to L plus L into 10/100. ഇത് എഴുതിയേക്കുന്നത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ന്യൂ ലെങ്ത് ആണ് എഴുതിയേക്കുന്നത്. 10% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ 10% ആണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എഴുതിയേക്കുന്നത്. ഇത് 10% ഇൻക്രീസ് ആണ്. L into 10/100. അതാണ് 10% ഇൻക്രീസ്. അപ്പം ന്യൂ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്തിന്റെ കൂടെ 10% കൂടെ കൂട്ടണം. അതാണ് L plus L into 10/100 എന്ന് എഴുതിയേക്കുന്നത്. തെറ്റിപ്പോകരുതും. L പ്ലസ് L ഇൻറ്റു 10/100 ആണ്. L ഇൻറ്റു 10/100 മാത്രം എഴുതിക്കൂടാ, അതിൻ്റെ കൂടെ എല്ലും കൂടെ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ന്യൂ ടോട്ടൽ ലെങ്ത് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ അകത്ത് ഇത് ക്യാൻസൽ ചെയ്ത് പോവും. 1/10 0.1 ആണ്. അപ്പോൾ L പ്ലസ് 0.1 L എന്ന് പറയുന്നത് 1.1 L എന്ന് കിട്ടും. അപ്പം ന്യൂ ലെങ്ത് L dash is equal to 1.1 L എന്ന് കിട്ടും. അപ്പം പുതിയ ലെങ്ത് നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂ ഏരിയയുടെ ഇക്വേഷൻ എഴുതാം. ന്യൂ ഏരിയ, വോളിയം റിമെയിൻസ് സെയിം ആണ്, വോളിയത്തിന് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് A dash is equal to V by L dash എന്ന് എഴുതാം. V എന്ന് പറയുന്നത് A into L ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. A into L ഡിവൈഡ് ബൈ L ഡാഷിന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 1.1 L ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലും ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. പിന്നുള്ളത് 1/1.1 ഇൻറ്റു A ആണ്. 1/1.1 എന്ന് പറയുന്നത് 0.909 എന്ന് കിട്ടും. അപ്പോൾ വാല്യൂ ഓഫ് ന്യൂ ഏരിയ ഈസ് 0.909 A എന്ന് എഴുതാം.
അങ്ങനെയാണെങ്കിൽ ന്യൂ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂ റെസിസ്റ്റൻസ് ആർ ഡാഷ് എന്ന് പറയുന്നത് റോ എൽ ഡാഷ് ബൈ എ ഡാഷ്. ആർ ഈസിക്കൽ ടു റോ എൽ ബൈ എ അല്ലേ? റോ എൽ ബൈ എ ആണ്. റോയ്ക്ക് ചേഞ്ച് വല്ലതും ഉണ്ടാവോ? റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവോ? റെസിസ്റ്റിവിറ്റി ചേഞ്ച് ആകത്തില്ല. മെറ്റീരിയൽ മാറുമ്പോൾ മാത്രമേ റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ ഒന്നും മാറിയിട്ടില്ല, സെയിം മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് റോ അങ്ങനെ തന്നെ ഇട്ടു. ലെങ്ത് മാറിയിട്ടുണ്ട്, അതാണ് എൽ ഡാഷ്. ഏരിയ ചേഞ്ച് ആയിട്ടുണ്ട്, എ ഡാഷ്. എൽ ഡാഷിൻ്റെയും എ ഡാഷിൻ്റെയും വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദി ന്യൂ വയർ നമുക്ക് കിട്ടും. ഇത് അതിൻ്റെ എല്ലാ സ്റ്റെപ്സും ഉപയോഗിച്ച് ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റെപ്സ് ഒക്കെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇനിഷ്യലി മനസ്സിലാകാൻ വേണ്ടി എല്ലാ സ്റ്റെപ്സും അതേപോലെ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. എത്ര കിട്ടും? ന്യൂ റെസിസ്റ്റൻസ് ആർ ഡാഷ് rho into 1.1 divided by 0.909 into a. റോ എൽ ബൈ എ, അവിടെ ഒരു റോ എൽ ബൈ എ ഉണ്ട്. ആ റോ എൽ ബൈ എക്ക് പകരം നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? റോ എൽ ബൈ എക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ എൽ ബൈ എ എന്ന് പറയുന്നത് R ആണ്. റോ എൽ ബൈ എ എന്ന് പറയുന്നത് R ആണ്. നമ്മൾ ഓൾറെഡി ആദ്യത്തെ എഴുതിയ ഇക്വേഷൻ അതാണ്, റോ എൽ ബൈ എ. അപ്പോൾ റോ എൽ ബൈ എക്ക് വരെ R എന്ന് കൊടുക്കാം. ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ 10 ഓം അല്ലേ പറഞ്ഞേക്കുന്നത്? 10 ഓം. ആറിൻ്റെ വാല്യൂ 10 ഓം ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 12.1 ഓം എന്ന് കിട്ടും. റോയ്ക്ക് വാല്യൂ ഉണ്ട്. റോയുടെ വാല്യൂ ആണ് നമ്മൾ നേരത്തെ ചാർട്ട് പഠിച്ചത്. ഇതെല്ലാം ഓരോ മെറ്റീരിയലിൻ്റെ റോയുടെ വാല്യൂസ് ആണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നോ അതിൻ്റെ ഡെൻസിറ്റി ഏതാണെന്നോ എന്ന് അവർ നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ അത് കണ്ടുപിടിക്കേണ്ടി വന്നത്. നെഗ്ലക്ട് ചെയ്യാനൊക്കത്തില്ല. റോയ്ക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ അവർ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് വെറുതെ റോ ഇല്ലാതെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ തെറ്റിപ്പോകും. റോ നമുക്ക് ഇവിടെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം റോയെ അവോയ്ഡ് ചെയ്തു. കാരണം റോയ്ക്ക് ചേഞ്ച് ഇല്ല. പുതിയ ലെങ്തിലും അല്ലെങ്കിൽ പുതിയ സ്ട്രെച്ച് ചെയ്ത വയറിലും അതേപോലെ തന്നെ സ്ട്രെച്ചിങ്ങിന് മുമ്പുള്ള വയറിലും റോയ്ക്ക് ചേഞ്ച് ഉണ്ടാവത്തില്ല. റോ സെയിം ആണ്. കാരണം റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്, അത് ചേഞ്ച് ആകത്തില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് റോയ്ക്ക് ചേഞ്ച് ആകാത്തത് കാരണം റോ നമ്മൾ അവസാനത്തെ ഇക്വേഷൻ വരെ അതേപോലെ തന്നെയാണ് എടുത്തേക്കുന്നത്. അവസാനത്തെ ഇക്വേഷൻ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു റോ കിട്ടി, ഇവിടെ ഒരു എൽ കിട്ടി, ഇവിടെ ഒരു എ കിട്ടി. അതെന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നാണ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയേക്കുന്നത് അതാണ്. അപ്പോൾ ഈ റോ എൽ ബൈ കെക്ക് പകരം ഞാൻ R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റോ ഇവിടെ തന്നിട്ടില്ല. റോ തന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമായിരുന്നു. റോയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. അപ്പോൾ റോ ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മളത് സോൾവ് ചെയ്യേണ്ടി വന്നത്. റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചേഞ്ച് ആകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് റെസിസ്റ്റൻസിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമാണ്. ഒരു വയർ തരികയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് വയറിന്റെ നീളം മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. എന്നാൽ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചേഞ്ച് ആകത്തില്ല. കാരണം എന്താ? റെസിസ്റ്റിവിറ്റി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് 1 മീറ്റർ നീളവും 1 മീറ്റർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ടുള്ള ഒരു സാമ്പിൾ വയർ. ആ വയറിന്റെ റെസിസ്റ്റൻസിനെയാണ് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി എടുക്കുന്നത് എപ്പോഴും 1 മീറ്റർ നീളവും 1 മീറ്റർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ടുള്ള വയറാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി മെറ്റീരിയലിന്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ആവത്തില്ല. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ ഡയമെൻഷൻസ്, ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ആകുന്നതനുസരിച്ച് ചേഞ്ച് ആവത്തില്ല.
റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അടുത്ത ഒന്ന് രണ്ട് ടോപ്പിക്കിനുള്ളിൽ നമുക്കത് പഠിക്കാനുണ്ട്. നേരത്തെ സ്ലൈഡോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതുക. NCERT 3.6. നേരത്തെ സ്ലൈഡ്, ഈ സ്ലൈഡ് ഇതാണോ? ഓക്കെ. 3.6. A negligibly small current is passed through a wire of length 15 meter and uniform cross section 6 into 10 raised to minus 7 meter square, and its resistance is measured to be 5 ohm. What is the resistivity of the material at the temperature of the experiment? Direct question ആണ്. A negligibly small current is passed through a wire of length 15 meter. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ, ലെങ്ത് ഓഫ് ദി വയർ L is equal to 15 meter, and uniform cross section, that is area of cross section, that is 6 into 10 raised to minus 7 meter square, and its resistance is measured to be, resistance R is equal to 5 ohm. What is the resistivity? Okay, good. Resistivity R. Okay, resistivity R, basic equation R is equal to rho L by A. Rho യുടെ equation വേണം. Rho is equal to RA by L. Direct substitution. Okay, the answer is 2 into 10 raised to minus 7 ohm meter. 2 into 10 raised to minus 7 ohm meter. Okay, answer എഴുതിക്കോളൂ. മൾട്ടിപ്ലിക്കേഷൻ പിന്നീട് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2012 ചോദിച്ചാണ്. 2 wires of equal length, one of copper and other of manganene ആണ് കേട്ടോ. സ്പെല്ലിങ്ങിൽ അല്പം തെറ്റ് വന്നിട്ടുണ്ട്. Two wires of equal length, one of copper and other of manganene, having the same resistance. Which wire is thicker? Oh, നല്ല question. Two wires of equal length. രണ്ട് വയർ എടുത്തു. രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്. One is copper and other is manganene.
മാംഗാനിൻ. കോപ്പറിന്റെയും മാംഗാനിന്റെയും റെസിസ്റ്റിവിറ്റി സെയിം ആണോ? നേരത്തെ ഞാൻ പറഞ്ഞ ആ ചാർട്ട് ഒന്ന് ഓർമ്മയിലേക്ക്, രണ്ടിന്റെയും റെസിസ്റ്റിവിറ്റി സെയിം ആണോ? ആ നോക്കിക്കേ, നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ചാർട്ട് ഒന്ന് ഓർമ്മയിലൊന്ന് വെച്ച്, ഏതിന്റെ റെസിസ്റ്റിവിറ്റി ആണ് കൂടുതൽ? ഏതാ? ഇല്ല, നമ്മളിപ്പോ അതിലോട്ട് പോകണ്ട. ഞാൻ ഇപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇതിന്റെ ആൻസർ ഒന്ന് ആലോചിച്ചാൽ ആദ്യം. കോപ്പറിനാണോ മാംഗാനിനാണോ റെസിസ്റ്റിവിറ്റി കൂടുതൽ? റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റിവിറ്റി മാംഗാനിനാണ് അല്ലേ? അതല്ലോ, നമ്മുടെ ചാർട്ട് ഒന്നുകൂടെ നോക്കണമെങ്കിൽ സംശയമുള്ളവർക്ക്. കണ്ടോ, കോപ്പർ 1.7 into 10⁻⁻⁷ ആണ്. മാംഗനിൻ 48 into 10⁻⁻8 ആണ്. അപ്പം മാംഗനിൻ ആണ്, അലോയ് ആണ്, അതിനാണ് റെസിസ്റ്റിവിറ്റി കൂടുതൽ. അപ്പോൾ അത് ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുതൽ മാംഗനിനാണ്. ഓക്കെ, അപ്പം ലെങ്ത് സെയിം ആണ്, റെസിസ്റ്റൻസ് സെയിം ആണെന്ന് പറഞ്ഞു. രണ്ടിന്റെയും റെസിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ വ്യത്യാസം ഉണ്ടാവണം അല്ലെ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വ്യത്യാസം ഉണ്ടാവണം. അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതൽ ഏതിനായിരിക്കും, കുറവ് ഏതിനായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R = ρl/A ആണ്. ρl/A. അതിൽ നിന്നും റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. ρ = RA/L. ഓക്കെ, ρ = RA/L. ഇവിടെ ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞു അല്ലെ? രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്, റെസിസ്റ്റൻസ് സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ρ is proportional to A എന്ന് എഴുതാം. ρ is proportional to A. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുതൽ ഏതിനാണ്? മാംഗാനിനാണ്. അപ്പം റെസിസ്റ്റിവിറ്റി കൂടുതൽ മാംഗാനിൻ ആയതുകൊണ്ട് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും കൂടുതൽ. അപ്പം മാംഗാനിനാണ് തിക്കർ, കോപ്പർ വയറിനേക്കാൾ തിക്കർ അതിനായിരിക്കും. Rho is greater for manganese. Rho is greater for manganese than copper. Therefore, manganese wire is thicker than copper. ഇത് ഏത് രീതിയിൽ ചോദിച്ചു? അവസാനം പറഞ്ഞത് കേട്ടില്ല. അതെ 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 അതെ, അല്ലല്ല, ഞാൻ അതിന്റെ കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്, നമുക്ക് നോർമലി സംശയം ഉണ്ടാകുന്നതാണ്. ഈ റെസിസ്റ്റൻസിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ആണെന്ന് പറഞ്ഞതിനുള്ള റീസൺ ഇതാണ്. റെസിസ്റ്റൻസ്, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ലെങ്ത് ചേഞ്ച് ആകുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ആകുന്നതനുസരിച്ചും റെസിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടാവും. എന്നാൽ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ലെങ്ത് കൂടുന്നതനുസരിച്ചോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതനുസരിച്ചോ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവത്തില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, റെസിസ്റ്റിവിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്തത് 1 മീറ്റർ നീളമുള്ള
ഒരു വയർ. ഫോർ എക്സാമ്പിൾ കോപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 മീറ്റർ നീളമുള്ള ഒരു കോപ്പർ വയർ, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോപ്പർ വയർ എന്ന് ഇമാജിൻ ചെയ്തേ, 1 മീറ്റർ നീളവും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ടുള്ള ഒരു കോപ്പർ വയർ. ഓക്കെ, ആ വയറിന്റെ റെസിസ്റ്റൻസിനെയാണ് കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 1 മീറ്റർ നീളമുള്ളതും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ടുള്ള ഒരു കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസിനെയാണ് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചോളം ആ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിനുള്ള റീസൺ ഇതാണ്. റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്തത് 1 മീറ്റർ നീളവും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായ ഒരു വയറിന്റെ, കോപ്പർ ആണെങ്കിൽ കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസിനെയാണ് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെറ്റീരിയൽ മാറുമ്പോൾ മാത്രമേ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ആകത്തുള്ളൂ. കാരണം മെറ്റീരിയലിന്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറില്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഞാൻ അതുകൊണ്ട് തന്നെയാണ് മെറ്റീരിയൽ ഡയമെൻഷൻസ് ചേഞ്ച് ആകത്തില്ല. ചേഞ്ച് ആകുമ്പോൾ ഡയമെൻഷൻസ് ചേഞ്ച് ആകുമ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് റെസിസ്റ്റൻസിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആണെന്ന് പറയാനുള്ള റീസൺ അതാണ്. Next, nature of electrical resistance. Nature of electrical resistance. നമ്മൾ നേരത്തെ പഠിച്ച ഫിഗർ ആണ് ഞാൻ വീണ്ടും ഇവിടെ എടുത്തിരിക്കുന്നത്. കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L and area of cross section A. Consider a conductor of length L and area of cross section A. Let N be the free electrons per unit volume of the conductor. Let small n ആണ്, it be the free electrons per unit volume of the conductor. അതായത് free electron density, that is small n. If an electric field E is applied across the conductor, ഈ കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് ആണ് E. Let E be the electric field applied across the conductor. Then the current flowing through the conductor is given by I is equal to NEA VD. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ്. Current I is equal to NEA VD. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ ഇതായിരുന്നു, E divided by m into tau. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക്. ആ ഇക്വേഷൻ നമുക്ക് ഈ VDയുടെ വാല്യൂയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I is equal to NEA into VDയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, EE divided by m into tau. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇയും ഇ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ NE square AE tau divided by m, that is equation number 1. ഓക്കെ, ഇനിയും ഈ ഇക്ക് മറ്റൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എളുപ്പമാണ്, 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കും. ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ടേമിലാണ്. ഈ രണ്ട് കണ്ടക്ടറുടെ രണ്ട് എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V. അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E is equal to V by L എന്നെടുക്കാം. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് E is equal to മൈനസ് ഡി വി ബൈ ഡി ആർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഈസ് ഈക്വൽ ടു ഡി വി. ഡി വി എന്ന് പറയുന്നത് രണ്ട് എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതാണ് ഡി വി. ഇവിടെ നമ്മൾ ആ വി വോൾട്ടാണ് രണ്ട് എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുകൊണ്ട് വി ബൈ ഡി ആർ എന്ന് പറയുന്നത് ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലെങ്ത് ആണ്. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലെങ്ത് ആണ് ഡി ആർ. അത് ഇവിടെ നമ്മൾ എൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇക്ക് പകരം നമുക്ക് വി ബൈ എൽ എന്ന് എടുക്കാം. അപ്പം ഈ ഇക്വേഷൻ നമ്പർ 1 ഇയുടെ സ്ഥാനത്ത് നമുക്ക് വി ബൈ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ കിട്ടും I is equal to n e square a v tau divided by m into L. ഇനി വി എ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് വി ബൈ ഐ എന്ന് എഴുതാം. വി ബൈ ഐ, വി ബൈ ഐയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ബൈ ഐ ഈസ് ഈക്വൽ ടു എം എൽ ഡിവൈഡ് ബൈ എൻ ഇ സ്ക്വയർ എ ഇൻറ്റു ടോ എന്ന് എഴുതാം. ഓംസ് ലോ അനുസരിച്ച് വാട്ട് ഈസ് വി ബൈ ഐ? ഓംസ് ലോ അനുസരിച്ച് വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ. വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ വി ബൈ ഐ ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടേം ആറിന് ഈക്വലൻ്റ് ആണ്, റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ആറിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ ഇൻറ്റു എൽ ബൈ എ. ഒന്ന് റീഅറേഞ്ച് ചെയ്തതേ ഉള്ളൂ, ബ്രാക്കറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ അതേപോലെ എഴുതിയെടുത്തതാണ്. ആർ ആക്ച്വലി ഇതൊരു ഓംസ് ലോയുടെ ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ ആറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേം അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എം ഡിവൈഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ ഇൻറ്റു എൽ ബൈ എ എന്ന് കിട്ടും. ഇനി റെസിസ്റ്റിവിറ്റിയുടെ ടേമിൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആർ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എൽ ബൈ എ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റോയ്ക്ക് ഈക്വൽ ആയിരിക്കും, അല്ലേ? റോയ്ക്ക് ഈക്വൽ ആണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടേം. ദാറ്റ് ഈസ് എം ഡിവൈഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റിക്ക് ഈക്വലൻ്റ് ആണ്. റെസിസ്റ്റിവിറ്റിക്ക് ഈക്വലൻ്റ് ആണ്. അപ്പോൾ comparing the above equations with R is equal to rho L by A, we find the resistivity of the material of a conductor. Rho is equal to M divided by N E square into tau. That is equation number 2. Okay. ഇനി ഈ ഇക്വേഷൻ നമ്പർ 2-ൽ നിന്നും നമ്മുടെ ഫൈൻഡിങ്സ് ഒന്ന് പറയാം. നമ്മുടെ ഫൈൻഡിങ്സ് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നും എന്തൊക്കെ ഫൈൻഡ് ചെയ്യാൻ ഒക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫ്രം ഇക്വേഷൻ 2 we find the resistivity is inversely proportional to the number of electrons per unit volume of the conductor. അല്ലേ? Rho is inversely proportional to n ആണ്, free electron density. It is inversely proportional to free electron density.
അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി കണ്ടക്ടർ. As the value of n depends upon the nature of the conductor, so resistivity depends upon the nature of the conductor. നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിനുള്ള റീസൺ അതാണ്. മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ചേഞ്ച് ആകും. ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ചേഞ്ച് ആകുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്കും ചേഞ്ച് ഉണ്ടാവും. ഈ ഇക്വേഷനിൽ നിന്നും അതാണ് നമുക്ക് ഒന്നാമത് മനസ്സിലായത്. ഇനി റിലാക്സേഷൻ ടൈമുമായിട്ട് നമുക്ക് നോക്കാം. റിലാക്സേഷൻ ടൈം ദാറ്റ് ഈസ് ടോ. റിലാക്സേഷൻ ടൈം ടോ ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ട് നമുക്ക് അത് റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോ എന്ന് പറയാം. അപ്പം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോ ദാറ്റ് ഈസ് ആവറേജ് റിലാക്സേഷൻ ടൈം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അടുത്ത് പറയുന്നത്. ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ആവറേജ് സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ, അതായത് തെർമൽ സ്പീഡ്, ഇലക്ട്രോണിന്റെ തെർമൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഹെൻസ് ഫ്രീക്വൻസി ഓഫ് കൊള്യൂഷൻ ഇൻക്രീസസ്. കൊള്യൂഷന്റെ ഫ്രീക്വൻസി കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോണിന്റെ സ്പീഡ് കൂടും. അതേപോലെ തന്നെ അതിലുള്ള ആറ്റംസിന്റെ വൈബ്രേഷനും കൂടുതൽ ആംപ്ലിറ്റ്യൂഡിൽ അത് വൈബ്രേറ്റ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മോളിക്യൂൾസിന് വൈബ്രേഷൻ ഉണ്ടാകുന്നത് മൂലമാണ് ടെമ്പറേച്ചർ ആക്ച്വലി കൂടുന്നത്. അപ്പം ഒരു കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ വൈബ്രേഷൻ കൂടും. അതേപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺസിന്റെ തെർമൽ സ്പീഡും കൂടും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? പൊല്യൂഷൻസിന്റെ എണ്ണം കൂടും. നമ്പർ ഓഫ് പൊല്യൂഷൻസ് ഇൻക്രീസസ്. The increase in frequency of collision decreases the relaxation time. അതായത് പെട്ടെന്ന് കൊള്യൂഷൻസ് നടക്കും. പെട്ടെന്ന് കൊള്യൂഷൻ നടക്കുമ്പോൾ റിലാക്സ് ചെയ്യാനുള്ള സമയം കുറവാണ്. റിലാക്സേഷൻ ടൈം കുറയും. ഓക്കെ, റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റിലാക്സേഷൻ ടൈം കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. Relaxation time കുറയുമ്പോൾ resistivity increase ചെയ്യും because they are inversely proportional. Hence resistivity of the material increases with the increase of temperature of the conductor. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ നമ്പർ 2 നിന്നും നമ്മളുടെ ഫൈൻഡിങ്സ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് ഫൈൻഡിങ്, it is resistivity is inversely proportional to n, that is free electron density. മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ചേഞ്ച് ആകും. അതുകൊണ്ട് തന്നെ ഓരോ മെറ്റീരിയലും ഓരോ റെസിസ്റ്റിവിറ്റിയാണ്. സെക്കൻഡ് ഫൈൻഡിങ് എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആവറേജ് റിലാക്സേഷൻ ടൈം ആണ്. ആവറേജ് റിലാക്സേഷൻ ടൈം. ടെമ്പറേച്ചർ, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, the average speed of the electron increases and the vibration of the atoms also increases. So frequency of collision increases. As the frequency of collision increases, the relaxation time decreases. As relaxation time decreases, resistivity increases. ഓക്കെ, ഇവിടെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ പോലെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. എന്തൊക്കെയാണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്? ഇമാജിൻ ചെയ്യുക, ഒരു കണ്ടക്ടർ ഇമാജിൻ ചെയ്യുക. കണ്ടക്ടറിലൂടെ ഇങ്ങനെ ഇലക്ട്രോൺസ് ഒഴുകുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഇലക്ട്രോണിന്റെ സ്പീഡ് കൂടും, തെർമൽ സ്പീഡ് കൂടും. അതേപോലെ തന്നെ ആറ്റംസിന്റെ വൈബ്രേഷനും കൂടും. ഹൈ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഹൈ ആംപ്ലിറ്റ്യൂഡിൽ അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് കൊള്യൂഷൻസ് കൂടും, ഫ്രീക്വൻസി ഓഫ് കൊള്യൂഷൻസ് കൂടും. പെട്ടെന്ന് കൊള്യൂഷൻ സംഭവിക്കുന്നു. പെട്ടെന്ന് കൊള്യൂഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം കുറയും. റിലാക്സ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. പെട്ടെന്ന് കൊള്യൂഷൻസ് നടക്കും. അപ്പോൾ റിലാക്സേഷൻ ടൈം കുറയും. റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആസ് റിലാക്സേഷൻ ടൈം ഡിക്രീസസ്, റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്,
സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയ ഐഡിയ ഉണ്ടാവും. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ബിറ്റ്വീനിൽ നിൽക്കുന്ന ചില മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ സെമി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്, അതാണ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ദ നമ്പർ ഡെൻസിറ്റി n increases with temperature. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലും ഇൻസുലേറ്ററിന്റെ കേസിലും നമ്പർ ഡെൻസിറ്റി n ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഡെൻസിറ്റി ഇൻക്രീസ് ആവും. നമ്പർ ഡെൻസിറ്റി ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അത് ഒരു എക്സെപ്ഷണൽ കേസാണ്. ഏതിൻ്റെയൊക്കെ കേസിൽ? ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും കേസിൽ. അപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്പർ ഡെൻസിറ്റിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്പർ ഡെൻസിറ്റി അങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുക. ഓക്കെ, അപ്പം ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്തത് ഡിപ്പെൻഡൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റിവിറ്റി. അതാണ് നേരത്തെ റേച്ചൽ എൻട്രൊക്കെ ചോദിച്ചത്. ഹൗ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ പ്രോസസ്, നേരത്തെ പറഞ്ഞ പ്രോസസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വെൻ ദി ടെമ്പറേച്ചർ ഓഫ് എ മെറ്റൽ കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ്, the ions or atoms of the metal begin to vibrate with greater amplitudes. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആറ്റംസ്, കണ്ടക്ടേഴ്സിലുള്ള ആറ്റംസിന്റെ വൈബ്രേഷൻ കൂടുതലായിരിക്കും. അതേപോലെ ഇലക്ട്രോണിന്റെ തെർമൽ സ്പീഡും കൂടും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കൂടും. പൊള്യൂഷൻസിന്റെ ഫ്രീക്വൻസി പെട്ടെന്ന് പൊള്യൂഷൻസ് നടക്കും. As a result, pollutions become more effective and frequent. This reduces the relaxation time. Hence, the value of resistance R increases with a rise of temperature. അപ്പം റിലാക്സേഷൻ ടൈം കുറയും ഫ്രീക്വൻസി ഓഫ് പൊള്യൂഷൻസ് കൂടുന്നതനുസരിച്ച്. അപ്പോൾ പൊള്യൂഷൻസ് കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുക എന്നുള്ളതാണ് മീനിങ് അല്ലേ? കൂടുതൽ പൊള്യൂഷൻസ് ഇറങ്ങുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. തടസ്സങ്ങൾ ഉണ്ടാകുന്നു, റെസിസ്റ്റൻസുകൾ ഉണ്ടാകുന്നു, ഒത്തിരി തടസ്സങ്ങൾ, പൊള്യൂഷൻസ് ഉണ്ടായ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത് റെസിസ്റ്റൻസ് ആർ ഇൻക്രീസസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ. നമുക്കിനി അതിൻ്റെ തിയറിയിലേക്ക് പോകാം. ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ടതില്ല. ഡിപ്പെൻഡൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റിവിറ്റി, അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. The resistivity of a material is depend on temperature. The variation of rho with temperature is expressed as the variation of rho is resistivity. The variation of resistivity with temperature is expressed as this equation, that is rho T. Rho T is equal to rho 0 into 1 plus alpha into T minus T0. എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. റോ T എന്ന് പറഞ്ഞാൽ it is the resistivity at the temperature T. ടെമ്പറേച്ചർ, അതായത് നമുക്ക് 30 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് പറയുന്നെങ്കിൽ 30 ഡിഗ്രി ടെമ്പറേച്ചറുള്ള റെസിസ്റ്റിവിറ്റി. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റിവിറ്റിയാണ് തരുന്നതെങ്കിൽ റോ T എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി, അതാണ് റോ T. റോ സീറോ ഇസ് ദ റെസിസ്റ്റിവിറ്റി അറ്റ് റഫറൻസ് ടെമ്പറേച്ചർ. T0 എന്ന് പറയുന്ന റഫറൻസ് ടെമ്പറേച്ചർ ഒന്നെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ കെൽവിനിലാണ് എടുക്കുന്നെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിന് ഈക്വലന്റ് ആയിട്ടുള്ള 273 കെൽവിൻ നമുക്ക് പറയാം. ഓക്കെ, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. അപ്പം ഏത് രീതിയിൽ ഏതായാലും ഒരു റഫറൻസ് ടെമ്പറേച്ചർ നമ്മൾ ഫിക്സ് ചെയ്യും. 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് 0 എന്ന് പറയാം. കെൽവിനിലാണ് പറയുമെങ്കിൽ അത് 273 കെൽവിൻ എന്ന് പറയാം. Okay, അപ്പോൾ what is rho 0? It is the resistivity at reference temperature T0. And alpha എന്ന് പറയുന്നത് പുതിയൊരു ടേം ആണ്. Alpha is called temperature coefficient of resistivity. അപ്പോൾ പുതിയൊരു ടേം ആണ് ആൽഫ, temperature coefficient of resistivity.
പ്രീവിയസ് സ്ലൈഡ് ഈ സ്ലൈഡാണോ? ഇതൊന്നുമില്ല, ഇത് എഴുതിയെടുക്കണ്ട. ഇത് ഞാൻ ഡബിൾ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നോട്ട്സിൽ ഡബിൾ ബ്രാക്കറ്റിലുള്ളതൊന്നും നിങ്ങൾക്ക് പഠിക്കണ്ട. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ പ്രധാനപ്പെട്ടതാണ്. റോ ടി ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി 0. ആൽഫ എന്താണെന്ന് പറഞ്ഞിരിക്കണം. ആൽഫ ഈസ് കോൾഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. യെസ് നിയ. റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചർ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അത് ചിലപ്പം 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഐസ് ആകുന്ന ടെമ്പറേച്ചർ. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പം 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രിയുടെ വേരിയേഷൻ ഉണ്ടായി. 30 ഡിഗ്രിയുടെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ റോ ടി എന്ന് പറഞ്ഞാൽ ടി ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാകുന്ന റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? റോ സീറോ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എത്രയാണോ അതാണ് റോ സീറോയുടെ അടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഒരു മെറ്റീരിയലിന്റെ. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ടി മൈനസ് ടി 0. അപ്പോൾ ടി നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ ഇപ്പോൾ എടുത്തത് ഈ എക്സാമ്പിളിൽ. അപ്പോൾ 30 മൈനസ് ടി 0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 0 ആണെന്ന് പറഞ്ഞു, റെഫറൻസ് ടെമ്പറേച്ചർ 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 30 ആയി മാറും. അപ്പോൾ റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരു റെഫറൻസിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ അത് സാധാരണഗതിയിൽ 0 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. 0 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. പിന്നെ കെൽവിനിലാണ് പറയുന്നതെങ്കിൽ 273 കെൽവിൻ 273 കെൽവിൻ എന്നും പറയും. ഒരു റെഫറൻസിന് എടുക്കുന്ന ഒരു ടെമ്പറേച്ചറിനെ അതിന്റെ മീനിങ് ഉള്ളൂ. ഓക്കെ, അപ്പം ആ ഇക്വേഷൻ എഴുതി വെക്കുക. നമുക്ക് ഇപ്പോൾ എഴുതിയ ഈ ബോക്സ് ചെയ്ത ഇക്വേഷനിൽ നിന്നും ആൽഫയുടെ ഇക്വേഷൻ എഴുതാം. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ആൽഫയുടെ ഇക്വേഷൻ എഴുതാം. ആൽഫ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ഇക്വേഷൻ എഴുതിയേക്കുന്നത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൽഫ ഈസ് ഈക്വൽ ടു റോ ടി മൈനസ് റോ 0 ഡിവൈഡ് ബൈ റോ 0 ഇൻറ്റു ടി മൈനസ് ടി 0. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും ആൽഫയുടെ ഇക്വേഷൻ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് റോ ടി മൈനസ് റോ 0 ആണ്. റോ ടി മൈനസ് റോ 0 എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ ചേഞ്ച്. റെഫറൻസ് ടെമ്പറേച്ചറിൽ നിന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറിലേക്കുള്ള ആ റെസിസ്റ്റിവിറ്റിയുടെ ചേഞ്ച്, അത് നമുക്ക് ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ആണ് ന്യൂമറേറ്ററിൽ വരിക. റോ 0 എന്ന് പറയുന്നത് ഒറിജിനൽ റെസിസ്റ്റിവിറ്റി, അതായത് റെഫറൻസ് ടെമ്പറേച്ചറിലെ റെസിസ്റ്റിവിറ്റി, ഒറിജിനൽ റെസിസ്റ്റിവിറ്റി. പിന്നെ ടി മൈനസ് ടി 0 എന്ന് പറയുന്നത് റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ആൽഫയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഡിവൈഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റിവിറ്റി ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ. അതിൽ നിന്ന് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കേ. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ന്യൂമറേറ്റർ ഉള്ളത് ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി പെർ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നുള്ളത് അല്ലേ. ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി പെർ യൂണിറ്റ് ഒറിജിനൽ റെസിസ്റ്റിവിറ്റി പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ആ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ ക്ലിയർ ആയി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി പെർ ഒറിജിനൽ റെസിസ്റ്റിവിറ്റി പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അത്രയേ ഉള്ളൂ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് അതിനെ പഠിക്കാൻ. അതിനുമായിട്ട് ബന്ധപ്പെട്ട 1-2 ന്യൂമറിക്കൽ ചോദിക്കും, അത് മാത്രമേ ഉള്ളൂ. ഇനിയും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ കെൽവിൻ അല്ലെങ്കിൽ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. ഡയമെൻഷൻ പെർ ടെമ്പറേച്ചർ പെർ ടെമ്പറേച്ചർ ആണ് കേട്ടോ. ടി എന്ന് എടുക്കരുത്. ടി നമ്മൾ സാധാരണ ടൈമിന്റെ ഡയമെൻഷൻ ആയിട്ട് എടുക്കുന്നത്, അതുകൊണ്ടാണ് ടെമ്പറേച്ചറിന് ഫുൾ ആയിട്ട് എഴുതിയേക്കുന്നത്. പെർ ടെമ്പറേച്ചർ ആണ് അതിന്റെ ഡയമെൻഷൻ. ഇതിൽ നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോർ മെറ്റൽസ് ലൈക്ക് സിൽവർ ആൻഡ് കോപ്പർ alpha is positive because the resistance of the metal increases with increase in temperature. If the resistance decrease with rise in temperature, then alpha is negative, which is in the case of insulator and semiconductors. അപ്പം ഈ പോയിന്റ് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
സിൽവർ കോപ്പർ പോലുള്ള മെറ്റൽസിന്റെ കേസിൽ ആൽഫ ഈസ് പോസിറ്റീവ്. ആൽഫ വിൽ ബി പോസിറ്റീവ്. What is alpha? Temperature coefficient of resistivity. Temperature coefficient of resistivity is positive for metals. Positive എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് resistance of the metal increases with temperature. Resistance of the metal increases with the temperature. At that case, alpha is positive. But in the case of material where resistance decreases with the rise in temperature, temperature കൂടുമ്പോൾ resistance കുറയുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അത്തരം മെറ്റീരിയൽസിന്റെ കേസിൽ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അത് ഇൻസുലേറ്റേഴ്സിന്റെ കേസിലും അതേപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലുമാണ് അത് വരുന്നത്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. പിന്നീട് ന്യൂമറിക്കൽ ചെയ്യാൻ വേണ്ടി നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ ഇങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്യാം.